കിഴവച്ചാരെ, താൻ ഇനിയും എന്നെ വലിയ തമ്പുരാനായി വായിക്കാൻ സമ്മതിക്കില്ല അല്ലേ? രാജ്യദ്രോഹി, ഈ ശരീരത്തിൽ ശ്വാസമുള്ളിടത്തോളം കാലം നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. ഇനിയും വിഷപ്പന്റ് പോയില്ല. കലാകാരന്മാർ മുന്നോട്ട് വരട്ടെ. സാധാരണമായ കലോത്സവം കണ്ണും കാതും കരളും കുളിർത്തും. സുന്ദരികളായ യുവതികളെ, നിങ്ങൾക്ക് എന്റെ അഭിനന്ദനങ്ങൾ. സ്വയം മറന്ന് സുരരാഗ് സുധയിൽ ആറാടിച്ച ഗായകരെ, പറയൂ, ഈ സുദിനത്തിൽ നിങ്ങൾക്ക് നാം എന്താണ് സമ്മാനമായി നൽകേണ്ടത്? പറയൂ സംഗീത സാമ്രാജ്യം. പൊന്നു തിരുമേനി, നീണാൾ വാഴട്ടെ. ഈ തിരുമനസിലെ സ്നേഹവും ദൈവമല്ലാതെ മറ്റൊന്നും ഈ ഉള്ളവന് വേണ്ട. ഈ ശരീരം ഞാനൊന്ന് കെട്ടിപ്പുടരട്ടെ. ഗാനഗന്ധർവ, സംഗീത സാർവഭൗമ, പറയൂ, നാം എന്താണ് സമ്മാനമായി നൽകേണ്ടത്? പറയൂ, ഒട്ടും മടിക്കേണ്ട. വലിയ തമ്പുരാനെ, സംഗീത ഉദ്ധാരക, കല ആരാധക, ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെക്ക് വാഗ്ദാനം ചെയ്താൽ. തീർച്ചയായും വാഗ്ദാനം ചെയ്യും. പറയൂ, എന്താണ് വേണ്ടത്? വിലമതിക്കാനാവാത്ത രത്നങ്ങളാണോ വേണ്ടത്? ചെറിയ ഒരു അപേക്ഷയും ആഗ്രഹവുമാണ്. വശ്യ സംഗീതമൊഴുക്കിയ എന്റെ ആ സ്നേഹിതന്റെ തമ്പുരു അങ്ങനെ വാങ്ങിച്ചു തന്നിരുന്നെങ്കിൽ. ഗായകോത്തമ, സംഗീതം നിറഞ്ഞ ഒരു ആത്മാവിന്റെ ആവശ്യം അങ്ങ് കേട്ടില്ലേ? ആ തമ്പുരു അങ്ങ് കൊടുത്തേക്കൂ. തരൂ സ്നേഹിത, തന്നെ അനുഗ്രഹിക്കൂ. പ്രഭു, എന്റെ എല്ലാമാണ് ഈ തമ്പുരു, എന്റെ പ്രാണനാണ്. ഞാനത് കൊടുക്കില്ല, ക്ഷമിക്കണം. ഇതിലും വിലപിടിപ്പുള്ള, ഇതിലും മെച്ചപ്പെട്ട തമ്പുരു നാം നൽകാം. അദ്ദേഹം ആശിച്ചു പോയതല്ലേ, അറിഞ്ഞങ്ങ് കൊടുത്തേക്കായി. അങ്ങ് വാഗ്ദാനം ചെയ്ത തമ്പുരു അദ്ദേഹത്തിന് നൽകിക്കൂടെ? മറ്റൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഒന്നുകിൽ എല്ലാം തികഞ്ഞ പൊന്നു തമ്പുരാൻ വാക്ക് പാലിക്കുക, അല്ലെങ്കിൽ എന്റെ ജീവൻ പോയാലും ഞാൻ ഈ തമ്പുരു തരില്ല. നമ്മുടെ നിലയെ മാനിച്ചെങ്കിലും നാം കൊടുത്ത് വാക്ക് പാലിക്കാനായെങ്കിലും ആ തമ്പുരു ഈ വിദ്വാന് കൊടുക്കൂ. ഇത് ഒരു കൽപ്പനയാണെന്ന് പറയാൻ നമുക്ക് വിഷമമുണ്ട്. അത് വാങ്ങിയാലും സന്തോഷം സന്തോഷം. വാഴത്തേക്കുള്ള മുഹൂർത്തം അടുക്കുന്നു. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. നമസ്കാരം. മാല, മാല, തിരുമനസി, അവിടുത്തെ മാല. മാല എവിടെ പോയി? വിഡ്ഢി കണ്ടപ്പ, പൊന്നു തമ്പുരാന്റെ സിംഹാസനത്തിലിരിക്കാൻ നീ യോഗ്യനല്ല. നിനക്കതിന് അർഹതയില്ല, അരക്കള്ളൻ. എവിടെ? മാലയും കിരീടം അവിടെ പോയി പിടിക്കുന്ന അരക്കള്ളനെ. ബുദ്ധിയില്ലാത്ത കഷ്ടമായി പോയി. അരക്കള്ളൻ എത്ര സമർത്ഥമായിട്ടാണ് ആ മാല തട്ടിയെടുത്തത്. മറ്റു 2 മാലകളും കുളത്തിൽ നിന്ന് നാം തപ്പിയെടുത്തെങ്കിലും ഫലമില്ലാതെ പോയി. സന്ദേഹം അതല്ല, മാല പോയ വിവരം അറിയുമ്പോ ഉഗ്രവർമ്മൻ നമ്മെ പിടിക്കാൻ വേണ്ടി ഒരു പട തന്നെയായി. അമ്പു അല്ലിയുമായി അരുവിക്കരയ്ക്ക് പുറപ്പെട്ടോളൂ. മാധവും പോയിക്കോളൂ. ഞാൻ അരക്കള്ളന്റെ പിന്നാലെ കൂടി പല്ലനയിലെ ആ മാല തിരിച്ചെടുക്കും. തപ്പിയിട്ടും തടയിട്ടും കാര്യമില്ല. ചളിയും ചരടും അല്ലാതെ ഒന്നും കിട്ടൂല. മാല 2 മുക്കാക്കള്ളം തപ്പിക്കൊണ്ടു പോയി. മാത്രവുമല്ല, അല്ലിയെയും കൂട്ടരെയും അരുവിക്കരയിലുള്ള അവന്റെ സ്വന്തം വീട്ടിലേക്ക് അയക്കാൻ പോകും. നമ്മുടെ പല്ലണയിൽ മാലയും കൊണ്ട് മുക്കാക്കള്ളൻ ഈ വീട്ടിലേക്ക്. താൻ ഉടനെ അവരെ പിന്തുടരണം. അവൻ മാല 2 അല്ലിയുടെ പക്കൽ കൊടുത്തിരിക്കും. മുക്കാൽ കള്ളനോട് അരക്കൈ നോക്കിയിട്ടേ ഞാൻ തിരിച്ചു വരികയുള്ളൂ. മങ്കമ്മയും കൊച്ചമ്മവും കൂടെ വന്നോട്ടെ. പിന്നെ പോകുന്ന വഴിക്ക് കഴിയുമെങ്കിൽ താവളത്തിൽ കയറി അച്ഛനോട് വിവരം പറയണം. ശരി, മാലിന്യം തന്നെ ഞാൻ സൂക്ഷിക്കാം. ആശാനെ, അരക്കള്ളൂ ആ മാലയെങ്കിൽ തന്നിട്ട് പോണം. മുക്കാക്കള്ളോ, മൂപ്പരെ പക്കലുള്ള 2 മാലകളും തന്നിട്ട് വഴി മറിക്കോ.
മാലകളോ? അതെ, ഞാനാണ് ചോദിക്കുന്നത്. അതെയോ? എങ്കിലേ ഞാനാണ് വാങ്ങുന്നത്. അതെയോ? സംശയമുണ്ട്. അയ്യത്തടാ. മുന്നോട്ട് പോകരുത്, തമ്മിൽ അടിക്കട്ടെ, നമ്മുടെ ജോലി കുറയും. എന്റെ ഉടപ്പിറന്നു. അതെ, വലിയ തമ്പുരാട്ടി. അയ്യോ, കഷ്ടമായി പോയി. ഇനി എന്ത് ചെയ്യും? എങ്ങോട്ട് കൊണ്ടുപോകും? എന്റെ താവളത്തിലേക്ക് കൊണ്ടുപോയാലോ? വേണ്ട, അരുവിക്കരയ്ക്കാകാം. എന്തോ ഒരു ശക്തി പരസ്പരം വെട്ടിമരിക്കാൻ നമ്മ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് വരുന്നതൊക്കെ നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം. മാലയും നിധിയൊക്കെ പിന്നെ ഉടനെ എവിടെ കൊണ്ടുപോകാം? പിന്തുടരാം. ചതിയൻ ഇപ്പൊ കള്ളിയെല്ലാം പുറത്തായില്ലേ തമ്പുരാട്ടി? വലിയ തമ്പി അദ്ദേഹമാണ്, അരുവിക്കരയിലെ പൊന്നു തമ്പുരാനാണ് എന്നൊക്കെയല്ലേ നമ്മൾ വിചാരിച്ചത്? ചുമ്മാ പെണ്ണെ, അങ്ങനെ വിചാരിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? അരുവിക്കര തമ്പി എന്ന പേര് കേട്ടാൽ നമ്മൾ എന്താ വിചാരിക്കുക? ഈ നിൽക്കുന്നതേ വേളിമല മൂപ്പന്റെ പൊന്നുമാളാണ്, ഒരു രാജ്യത്തെ കൊച്ചു തമ്പുരാട്ടിയാണ്. അറിയാമോ? ഈ തമ്പുരാട്ടി എങ്ങനെ ഒരു ഭിക്ഷന്തയെ കല്യാണം കഴിക്കും? ഹോ, ഒരു വീട് കണ്ടില്ല. നീ ഒരു അക്ഷരം വേണ്ടി പോരുത്. ആരെ സ്നേഹിക്കണം ആരെ സ്നേഹിക്കണ്ട എന്ന് തീരുമാനിക്കേണ്ടവൾ ഞാനാണ്. എന്നാലും തമ്പുരാട്ടി വലിയ ചതിവായി പോയി. വെറും ഒരു എന്റെ മകൻ ആരാണെന്നറിയാതെ വെറുതെ നാവിട്ട് ചിലയ്ക്കാതെ. നീയും നിന്റെ കൊച്ചു തമ്പുരാട്ടിയും കേട്ടാൽ ഞെട്ടിപ്പോകുന്ന അന്തസ്സും ആഭിജാത്യവും എന്റെ മകനുണ്ട്. സത്യത്തിൽ അവൻ ഞാൻ പ്രസവിച്ച മകനല്ല. അമ്മായി എന്താണ് ഈ പറയുന്നത്? അതേ കുഞ്ഞി, അതാണ് സത്യം. 30 വർഷങ്ങൾക്ക് മുൻപ് പല്ലന കൊട്ടാരത്തിലെ ലക്ഷ്മിക്കുട്ടി തമ്പുരാട്ടിക്ക് അന്ന് നാടുവാണിരുന്ന മാർത്താണ്ഡം വലിയ തമ്പുരാനിൽ നിന്നും ജനിച്ച ഇരട്ടപെറ്റ ഉണ്ണികളിൽ ഒരുവനാണ് ഞാൻ എടുത്തു വളർത്തിയ എന്റെ പൊന്നുമോൻ തമ്പി. ഇരട്ടപെറ്റ മക്കൾ? അപ്പോൾ നാഗൻ
എന്റെ തമ്പുരാൻ പല്ലന കൊട്ടാരത്തിലാണെന്നോ? എന്റെ അവിവേകത്തിന് മാപ്പ് തരണം. ആ കുഞ്ഞുങ്ങളെ കൊല്ലാൻ കൊണ്ടുപോയ പട്ടാളക്കാരിൽ ഒരുവനായ രാമൻ എന്റെ അനുജനായിരുന്നു. അവനാണ് ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിച്ചത്. കുഞ്ഞിന് ഞാൻ തമ്പി എന്ന് പേരിട്ടു. തലയിലും തറയിലും വെക്കാതെ ഞാൻ വളർത്തി. അറിവിലും ബുദ്ധിശക്തിയിലും അവൻ അഗ്രഗണ്യനായിരുന്നു. നാടിനും നാട്ടുകാർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. അപ്പോ മറ്റേ ഉണ്ണിക്ക് എന്ത് സംഭവിച്ചമ്മായി? അതെനിക്കറിയില്ല. രാമന് കൊടുത്ത വാക്കനുസരിച്ച് ഈ രഹസ്യം ഇത്രയും കാലം സൂക്ഷിച്ചു. ഇതിപ്പോൾ എല്ലാവരും അറിയേണ്ട കാലമായെന്ന് എനിക്ക് തോന്നുന്നു. 30 വർഷം. അതെ, അതവൻ തന്നെ. മോനെ, നീ വന്നു. ഞാനിവരോട് നിന്റെ കഥ പറയുകയായിരുന്നു. വേണ്ടമ്മേ, വേണ്ടമ്മേ, ഞാൻ എല്ലാം കേട്ടു. ഇതാരു കുഞ്ഞെ? എന്റെ പുതിയ സ്നേഹിതൻ നാഗൻ, കാട്ടുകൊങ്കന്റെ മകൻ. അല്ല മക്കളെ, നാഗൻ കാട്ടുകൊങ്കന്റെ മകനല്ല, പല്ലരിയിലെ കൊച്ചു തമ്പുരാനാണ്. അച്ഛാ, അതേ നാഗ, ഞാൻ നിന്റെ വളർത്തച്ഛനാണ്. ഈ നിൽക്കുന്ന തമ്പി നിന്റെ കൂടപ്പിറപ്പാണ്. ചില കഥകളെല്ലാം എനിക്ക് മുമ്പ് തന്നെ അറിയാമായിരുന്നു. മറ്റു ചില അപ്പോൾ നാഗൻ പല്ലന കൊട്ടാരത്തിലെ തമ്പുരാട്ടിയുടെ? അതെ, മറ്റേ കുഞ്ഞാണിവൻ. ഇവനെ ഞാൻ കാട്ടിൽ നിന്ന് കണ്ടെടുത്തു. കുഞ്ഞിനോടൊപ്പം ഉണ്ടായിരുന്ന ഈ ഓല നോക്കൂ. ഞാൻ ഇത്രയും കാലം ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. പല്ലന വല്യ തമ്പുരാട്ടിയുടെ 2 ആൺകുഞ്ഞുങ്ങളിൽ ഒന്നാണിത്. സർവാധികാരിക്കാരുടെ അധികാരമോഹവും സ്വന്തം മകനെ രാജാവായി വാഴിക്കാനുള്ള ദുരാഗ്രഹവും കൊണ്ട് ഇതിനെ കാട്ടിൽ കൊണ്ടുപോയി കൊല്ലാൻ ഞങ്ങളെ ഏൽപ്പിച്ചു. ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലാൻ ഞങ്ങൾക്ക് മനസ്സ് വന്നില്ല. ഒന്നിനെ എൻ്റെ സ്നേഹിതൻ എടുത്തുകൊണ്ടുപോയി, മറ്റതിനെ ഞാനിതാ ഇവിടെ ഉപേക്ഷിക്കുന്നു. കണ്ടു കിട്ടുന്നവർ ഇതിനെ രക്ഷിക്കണം. ദേവി അനുഗ്രഹിക്കാതിരിക്കുകയില്ല. ഇത് രഹസ്യമായി സൂക്ഷിക്കണം എന്ന് പടയാളി അനന്തൻ. അയ്യോ, ഇതാരാ? പിടിക്കൂ, അതുകൊണ്ട് കിടത്താം. അയ്യോ, എങ്ങനെയെങ്കിലും ഇവരെ രക്ഷിക്കണം. പിടിക്കൂ. അപ്പോ കഥ അങ്ങനെയാണല്ലേ? 2 എണ്ണവും മരിച്ചിട്ടില്ല. ഇനി എന്താണ് വേണ്ടത്? കിട്ടിയോ? ആദ്യത്തെ രക്ഷയിലെ ആദ്യത്തെ അക്ഷരവും രണ്ടാമത്തെ രക്ഷയിലെ അവസാനത്തെ 2 അക്ഷരവും മൂന്നാമത്തെ രക്ഷയിലെ ആദ്യത്തെ 2 അക്ഷരവും കൂട്ടിച്ചേർത്ത് വായിച്ചാൽ യക്ഷിക്കാടിന് എന്നാകുന്നു. അത് ശരി. അങ്ങനെ ഓരോ അക്ഷരങ്ങളായിട്ട് പെറുക്കി ചേർത്ത് വായിക്കുമ്പോൾ യക്ഷിക്കാടിന് വടക്ക് കിഴക്കുള്ള താളമരച്ചോട്ടിലെ നാഗപ്രതിഷ്ഠ ഉയർത്തുക.
എവിടെ എവിടെ എന്റെ മക്കൾ എവിടെ? അമ്മേ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് അമ്മേ. അമ്മേ, അമ്മേ. നാട്ടുകാരെ, നാടിനുടയവരെ, പല്ലന ഭുവനേശ്വരി ദേവിയുടെ കൃപയാൽ എനിക്ക് രണ്ടോമന പുത്രന്മാരെ കിരീടാവകാശികളായി കിട്ടിയിരിക്കുന്നു. നഷ്ടപ്പെട്ടു പോയി എന്ന് ഞാൻ കരുതിയിരുന്ന അവരുടെ അമ്മയെ ഭഗവതി എനിക്ക് തിരിച്ചു തന്നു. ഇവരിൽ നാഗനെ തമ്പുരാനായും തമ്പി ഇളമുറക്കാരനായും നിങ്ങളുടെ എല്ലാം ആശീർവാദത്തോടെ നല്ലൊരു മുഹൂർത്തത്തിൽ വാഴിക്കുന്നതായി. അതേ തുടർന്ന് നെടുമംഗലം സ്വരൂപത്തിലെ മങ്ങമ്മറാണിയ നാഗനും വേളിമല അല്ലിയെ തമ്പിയും പരിണയും.